നാടിന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾ തോളിലേറ്റി കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ടീം ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടു. എറണാകുളത്ത് നിന്ന് ശബരിമല സ്പെഷ്യൽ ട്രെയിനിലാണ് 22-അംഗ ടീം പുറപ്പെട്ടത്. ശനിയാഴ്ച തുടങ്ങുന്ന ടൂർണമെന്റിൽ ഞായറാഴ്ചയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഗോവയാണ് ആദ്യ എതിരാളി. ഫസ്റ്റ് മാച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ടീമിൽ എത്രത്തോളം മാറ്റങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ വേണ്ടത് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതിൽ തുടർന്നായിരിക്കും പിന്നെ ബാക്കിയുള്ള മാച്ചുകൾ നമ്മൾ കാണുന്നത്. നിർണായകമാണ് ഫസ്റ്റ് മാച്ച്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എവിടെ പോയാലും ഫസ്റ്റത്തെ തുടക്കം ഒരു നിർണായക തുടക്കം തന്നെയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തുടങ്ങാൻ നോക്കണം. മതിയായ പരിശീലനം ടീമിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യ മത്സരങ്ങൾ ടർഫ് കോർട്ടിൽ കളിക്കുന്നത് വെല്ലുവിളിയാണെന്നും ടീം ഹെഡ് കോച്ച് ബിബി തോമസ് പറഞ്ഞു. ടർഫിന്റെ ഗുണനിലവാരം എങ്ങനെയാണ് അത് നമുക്ക് അറിയില്ല. യൂസ്ഡ് അല്ലല്ലോ, നാച്ചുറൽ ഗ്രാസുമാരല്ല. അപ്പോൾ അതൊന്ന് സെറ്റാവാൻ കുറച്ച് സമയം എടുക്കും. എനിവേ നമുക്കൊരു പ്രാക്ടീസ് സെഷൻ അവിടെ കിട്ടാന്നുണ്ടെങ്കിൽ അത് ഉപകരിക്കും. നമ്മൾ ശ്രമിക്കും. ടീമിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജർ അഷ്റഫ് ഉപ്പള പറഞ്ഞു. KFA നല്ല സൗകര്യമാണ് ഈ പ്രാവശ്യം തന്നത്. അതിൽ ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാ പ്ലേയേഴ്സും നല്ല ഹാപ്പിയാണ്. അതിൽ അക്കോമഡേഷനായിട്ട്, ട്രാൻസ്പോർട്ടേഷനായിട്ട്, മറ്റെല്ലാ സൗകര്യവും, പിന്നെ ഫുഡായിട്ട് നല്ല A ക്ലാസ് ഫുഡാണ് നമുക്ക് എല്ലാവർക്കും. 2022 കേരളം അവസാനമായി സന്തോഷ് ട്രോഫിയിൽ മുത്തമിട്ടത്. അപ്പം പോയി ഗംഭീരമായിട്ട് തിരിച്ചോ കിരീടമായിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ കിരീട പ്രതീക്ഷയുമായിട്ടാണ് ഈ യാത്ര തുടങ്ങാൻ പോകുന്നത്. സന്തോഷ് ട്രോഫിയുമായിട്ട് അവർ തിരിച്ചു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വേണുപ്പം മാതൃഭൂമി ന്യൂസ്, കൊച്ചി.